ഈ മനുഷ്യനില്ലെങ്കിൽ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഗ്ലെൻ മഗ്രാത്ത് പറഞ്ഞ വാക്കുകളാണിത്. ജസ്പ്രീത് ബൂമറുമായി ബന്ധപ്പെട്ട് ഗ്ലെൻ മഗ്രാത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു. ഈ പരമ്പരയിൽ ജസ്പ്രീത് ബൂമറ ഇന്ത്യൻ സംഘത്തിനൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഓസ്ട്രേലിയ വളരെ ഏകപക്ഷീയമായി ഈ പരമ്പര തൂത്തുവാരുമായിരുന്നു. ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ ജസ്പ്രീത് ബൂമറയാണ്. ഞാൻ അവന്റെ ഒരു ആരാധകനാണ്. ഓസ്ട്രേലിയൻ ഇതിഹാസ താരം ഗ്ലെൻ മഗ്രാത്ത് എന്താണോ പറഞ്ഞു വെച്ചത് ആ രീതിയിൽ അത്ര മനോഹരമായാണ് ജസ്പ്രീത് ബൂമറ ഈ ടൂർണമെന്റിൽ ഉടനീളം പന്തെറിഞ്ഞത്. ഇന്ന് സിഡ്നിയിലെ അടക്കം കൂട്ടി 31 വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത്. എന്നാൽ ബോളിംഗിലെ ജസ്പ്രീത് ബൂമറയുടെ മാതൃക നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണെങ്കിലും ബാറ്റിംഗിൽ അദ്ദേഹം എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇന്നത്തെ മത്സരം വേറൊരു തെളിവ് തന്നെയായിരുന്നു. മത്സരത്തിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ ടോപ്പ് സ്കോറും ജസ്പ്രീത് ബൂമറ തന്നെയാണ്. 22 റൺസാണ് താരം നേടിയത്. 3 ബൗണ്ടറികളും ഒരു മികച്ച സിക്സും ഉൾപ്പെടെയായിരുന്നു ജസ്പ്രീത് ബൂമറയുടെ തകർപ്പൻ ഇന്നിംഗ്സ്. എന്തായാലും മറ്റു പ്രമുഖ ബാറ്റർമാരെല്ലാം പരാജയമായ ഒരു പിച്ചിലാണ് ഒരു ബോളർ വന്ന് താണ്ഡവമാടി പോയതെന്ന് ഓർക്കുക. അതായത് ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ഇതൊക്കെ സാധിക്കും. എല്ലാവരും ജസ്പ്രീത് ബൂമറയുടെ ആറ്റിറ്റ്യൂഡിലേക്ക് വരണമെന്ന് മാത്രം.